വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി മക്കൾ എല്ലാവരും നല്ല പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ അതിന് നിങ്ങളെ കുറച്ചും കൂടി നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടെ ആഡ് ഓൺ ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ മിസ് ഇതാ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മണ്ണിൽ പൊന്നു വിളയിക്കാം എന്നുള്ള ചാപ്റ്ററിലെ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് മിസ് ഔട്ട് ചെയ്യാതെ പഠിക്കേണ്ടത് എന്നുള്ളതാണ് മിസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ആദ്യമായിട്ട് അല്ലെ മണ്ണിൽ പൊന്നു വിളയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിളയിക്കാൻ വേണ്ടിയിട്ട് വിത്ത് ഇടുമല്ലോ, ആ വിത്തിന് എന്തുണ്ടായിരിക്കണം? ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അപ്പൊ വിത്ത് ഗുണം എന്നുള്ളതാണ്, സീഡ് ക്വാളിറ്റി എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നാൽ നിങ്ങൾക്കത് എഴുതാൻ പറ്റണ്ടേ? യെസ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ? സീഡ് ക്വാളിറ്റി ഉള്ളതാവണം എന്നുണ്ടെങ്കിൽ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ നിന്നായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സീഡ് ശേഖരിക്കേണ്ടത് അല്ലെ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? മധ്യകാല ഫലങ്ങളിൽ നിന്ന് വിത്തെടുക്കണം. എന്താണ്? സീഡ്സ് മസ്റ്റ് ബി കളക്ടഡ് ഫ്രം ഫ്രൂട്ട്സ് ദാറ്റ് ഫോം ഇൻ ദ മിഡ് സ്പാൻ. മൂന്നാമത്തെ കാര്യം എന്താണ്? ഹാവ് ഹൈ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ഉൽപാദന ശേഷിയുള്ള സ്ഥലത്തു നിന്നുള്ള ചെടിയുടെ വിത്തായിരിക്കണം എടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരു ചെടിയിൽ 5 വിത്തുകളാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ 5 ഫ്രൂട്ട്സ് ആണ് ഉണ്ടാവുന്നതെന്ന് വിചാരിക്കാം. മറ്റൊരു ചെടിയിൽ അല്ലെ ഒരു 25 ഫ്രൂട്ട്സ് ഉണ്ടാവുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഏതിലാണ് നല്ലോണം പ്രൊഡക്ടിവിറ്റി ഉള്ളത്? ആ 25 ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ചെടിയിലല്ലേ. നമ്മൾ അതിന്റെ സീഡ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ മധ്യകാല ഫലങ്ങളിൽ നിന്ന് വേണം വിത്തെടുക്കാൻ. അതായത് എപ്പോഴും അല്ലെ നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു ഇടക്കാലത്ത് ഉണ്ടായിട്ടുള്ള അല്ലെ, അതായത് തുടക്കത്തിലും ആയിരിക്കരുത് ഏറ്റവും അവസാനം ഉണ്ടാവുന്ന ചെടിയിലുള്ള അല്ലെ. ഏറ്റവും അവസാനം ഉണ്ടാകുന്ന ചെടി എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം ആയിരിക്കരുത് ആ ഫ്രൂട്ട് ഉണ്ടാവുന്നത്. ഒരു ഏകദേശം ഒരു മിഡ് റേഞ്ചിലുള്ള ഫ്രൂട്ട് എന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ പറയുന്ന വിത്ത് തിരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ വിത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 3 പോയിന്റ് എഴുതത്തില്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ അല്ലെ? ക്ലിയർ ആയിട്ട് എഴുതത്തില്ലേ? അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ മിസ് പറയാം. മുന്നേ ഒരുപാട് വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. കായിക പ്രജനന രീതിയെയും ലൈംഗിക പ്രത്യുൽപാദന രീതിയും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസറും സിമ്പിൾ ആണ്. അതായത് ഒരു ചെടി അല്ലെ, ആ ചെടിയുടെ വിത്ത് നട്ടിട്ടാണ് പുതിയൊരു കുഞ്ഞു ചെടി ഉണ്ടായി വരുന്നെങ്കിൽ അതെന്താണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്, ലൈംഗിക പ്രത്യുൽപാദനമാണ്. ഇനി ചെടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന്, അതായത് കമ്പോ വേരോ ഇലയോ തണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നാണ് പുതിയ ചെടി ഉണ്ടാവുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അഥവാ എന്ത് പറയും നമ്മള്? കായിക പ്രജനനം അല്ലെ. സോ ഫോർമേഷൻ ഓഫ് സീഡ്ലിംഗ് ഫ്രം സീഡ് ഈസ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ. The formation of new plantlets from parts like root, stem, leaf is called as vegetative propagation. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പോകണം അല്ലേ. അതുകൊണ്ടാണ് മിസ് ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്. മക്കൾക്ക് മനസ്സിലാവുന്നില്ലേ? യെസ്, ക്ലിയർ അല്ലേടാ? ഓക്കെ. ഇനി നമുക്കിതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? യെസ്, സെക്ഷൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും കാണിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഒരു 2-3 എക്സാമ്പിൾ എങ്കിലും അല്ലേ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകണം. ഓക്കെ. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? നമ്മുടെ ബഡ്ഡിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ഇങ്ങനത്തെ 3 കൃഷി രീതികൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചിട്ട് പോകും അല്ലെ. അതിനെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് അറിഞ്ഞു വെക്കണം. ഇനി മക്കൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റീസിന്റെ പേരുകൾ, അതേപോലെ തന്നെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളുടെ പേരുകൾ, ഇത് രണ്ടും എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇതെന്ത് ചെയ്യാ മക്കളൊന്ന് മറന്നു പോവാതെ പഠിക്കുക. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഇങ്ങനെ ഒരു കോളം ഉണ്ട്. ആ കോളം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. നെല്ലിൻ്റെത് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പയറിൻ്റെത് ലോല, മാലിക, ജ്യോതിക, ഭാഗ്യലക്ഷ്മി.
പച്ചമുളക് ഉജ്ജ്വല, ജ്വാലാമുഖി അല്ലെ, വെണ്ട, കിരണുണ്ട്, വഴുതനയുടെയും തക്കാളിയുടെയും പേരുകളുണ്ട്. ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക അല്ലെ. ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ചോദ്യം കൂടിയാണ് അല്ലെ. അപ്പം മറക്കണ്ട, ഇത് പഠിച്ചിട്ട് പോവാട്ടോ. പിന്നെയുള്ളത് അല്ലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ്. അപ്പൊ നമുക്കറിയാം അല്ലെ, കേരളത്തിലൊരു കാർഷിക ഗവേഷണം അല്ലെ, കാർഷിക ഗവേഷണത്തിന് വേണ്ടിയിട്ട് ഒരു സർവകലാശാലയുണ്ട്. അതെവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂരിലാണ്. പിന്നെ നമുക്ക് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമുണ്ട് സ്വീകാര്യം അല്ലെ, സ്വീകാര്യത്താണ്, തിരുവനന്തപുരത്താണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോടാണുള്ളത്. ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരാളാണ് കേട്ടോ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡാണ്. ഇത് ഇവിടെ മാത്രമല്ല, കുറച്ചും കൂടെ വലിയ ക്ലാസ്സിൽ എത്തുമ്പോഴും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇപ്പോഴേ ഇതെന്ത് ചെയ്യുക, ഒന്ന് സെറ്റാക്കി വെച്ചോളാം കേട്ടോ. ഓക്കെ, യെസ്. പിന്നെ ചോദിച്ചൊരു ചോദ്യമാണ് ഇടവിള കൃഷി എന്ന് പറഞ്ഞാൽ അല്ലെ. ഇടവിള എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ഇന്റർ ക്രോപ്പ്? അതായത് ഇടവിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, പ്രധാന വിളകൾക്കിടയിൽ ഇടയ്ക്ക് കയറുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലെ, രണ്ടാളുടെ ഇടയിൽ കയറുന്ന പരിപാടിക്കല്ലേ ഇടയ്ക്ക് കയറുക എന്ന് പറയാം. അപ്പൊ ഇടവിള എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ, പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളയെയാണ് ഇടവിളവ അതാ ഇന്റർ ക്രോപ്പ് എന്ന് പറയുന്നത് അല്ലെ. മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്താൻ ഇത് സഹായകരമാണ്. നോക്കിക്കേ, ഷോർട്ട് ടേം ക്രോപ്പ് കൾട്ടിവേറ്റഡ് എമംഗ് ദ മെയിൻ ക്രോപ്പ് ഇൻ such a way that they do not harm the main crop are called as intercrop. They help in maintaining soil fertility. അതായത് ഇപ്പൊ ചില സ്ഥലങ്ങളിൽ അല്ലെ, നമ്മുടെ തെങ്ങും തോപ്പിന്റെ ഇടയിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, പയർ കൃഷി കാണാറുണ്ട്. അപ്പൊ ഈ പയർ കൃഷിന്റെ കാര്യം എന്താണ്? നമ്മുടെ നൈട്രജൻ അല്ലെ, മണ്ണിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കാൻ കഴിയുന്ന ബാക്ടീരിയ ഈ പയറിന്റെ അകത്തുണ്ട്. അപ്പൊ നമ്മൾ ഈ തെങ്ങിൻ തോപ്പിന്റെ ഇടയിൽ അല്ലെ ഈ പയർ കൃഷി ചെയ്താൽ പ്രത്യേകിച്ച് തെങ്ങിനൊരു ദോഷവും വരാൻ വേണ്ടി പോകുന്നില്ല അല്ലെ. മാത്രമല്ല അതെന്ത് ചെയ്യും, ഗുണമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കൃഷിരീതിക്കാണ് നമ്മൾ ഇടവിള കൃഷി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ വിളപര്യയം എന്ന് പറയുന്ന ഒരു ടേമും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ക്രോപ്പ് റൊട്ടേഷൻ. എന്താണ്? ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യയം. ഇടവേളകളിൽ നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് എന്നിവ കൃഷി ചെയ്യാറുണ്ട് അല്ലെ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് എ റൊട്ടേഷൻ അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ നെല്ല് കൃഷി ചെയ്യും, പിന്നെയും നെല്ല് കൃഷി ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും, പയർ കൃഷി ചെയ്യും, പിന്നെ വീണ്ടും നെല്ല് കൃഷി ചെയ്യും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന മോഡാണ് എന്ത്, ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് പറഞ്ഞത്. അപ്പൊ ഇതെന്തായാലും ഈ ഭാഗങ്ങളൊന്നും എന്തായാലും നിങ്ങൾ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോവരുത് അല്ലെ. യെസ്, അപ്പോൾ എന്തായാലും എക്സാം എളുപ്പമായിരിക്കുമെന്നുള്ള കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾ എക്സാമിന് പോവുക. എല്ലാവർക്കും മിസ്സിന്റെ വക ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് എഴുതിയിട്ട് വാട്ടോ മക്കളെ.